മലയാള മണ്ണിലെ ക്ഷേത്രങ്ങൾ ആധ്യാത്മിക സങ്കേതങ്ങൾ മാത്രമായിരുന്നില്ല. ഒരു നാടിൻ്റെ സംസ്കാരവും വിദ്യാഭ്യാസവും കൃഷിയും എല്ലാം നിയന്ത്രിക്കുന്ന, നാടിനെ പരിപാലിക്കുന്ന ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. 28 കരയ്ക്കും അധിപതിയായി വാണരുളുന്ന കുമാരനെല്ലൂരമ്മയ്ക്കും അത്തരത്തിൽ ഒരു ചരിത്ര പൈതൃകമുണ്ട്. സഹസ്രാബ്ദങ്ങൾ നീളുന്ന ആ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളായ താളിയോല ഗ്രന്ഥങ്ങളുടെ അപൂർവ ശേഖരം ഇന്ന് നാടിൻ്റെ അഭിമാനമായി മാറുകയാണ്. ആ താളിയോല ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ചരിത്ര ഗവേഷണം നടത്തുന്നതിനുമായി രൂപീകരിച്ച ശേവധി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലെ വളരെ പൗരാണികമായ താളിയോലകളുടെ ഒരു ശേഖരം കണ്ടെത്തുകയും അത് പഠനവിധേയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുകയും ചെയ്തു. ശേവധിയിൽ അതിൻ്റെ തുടക്കം ഇവിടെ ക്ഷേത്രത്തിൻ്റെ സ്ട്രോങ് റൂമിൽ അതിൻ്റെ മുകളിലൊരു തട്ടുംപുറത്തായിട്ട് ഒരുപാട് ഓലകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. അത് ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമായിരുന്നു. ഇവിടുത്തെ ഊരാൺമേവം സെക്രട്ടറി ആയിട്ടിരുന്ന ശ്രീ ഉണ്ണിച്ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അരുണേ, നമുക്കതൊന്ന് നോക്കണം, ഇതെന്താണെന്ന് അറിയണം. അങ്ങനെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി അതിൻ്റെ മുകളിൽ കയറി ഇത് മുഴുവൻ താഴെ ഇറക്കി. ഉണ്ണിച്ചേട്ടനും എനിക്കും ഒന്നും ഇതിൻ്റെ ഭാഷ ഉൾപ്പെടെ ഒന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് ശ്രീ MG ശശിഭൂഷൺ സാറിന് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും അദ്ദേഹം ഇവിടെ വരികയും അത് നോക്കിയിട്ട് വട്ടെഴുത്താണ്, അദ്ദേഹം നേരത്തെ കണ്ടിട്ടുണ്ട്, 10-40 കൊല്ലം മുമ്പ് വന്ന് ഇങ്ങനെയൊരു ശേഖരത്തെ പറ്റി അദ്ദേഹം ഉണ്ടായിരുന്നു. എന്താണ് കണ്ടൻ്റ് എന്നുള്ളതൊന്നും ആർക്കും ഒരു പിടുത്തമില്ലായിരുന്നു. അതിനുശേഷം ശ്രീ രാജേന്ദു സാർ വന്നു. അതിനുശേഷം ഒരുപാട് സബ്ജക്റ്റ് എക്സ്പേർട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ വന്നു. അതിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. കാരണം ഇത് വെറുതെ കുറേ ഓലകളോ അങ്ങനെ പൗരാണികമായ ക്ഷേത്രമായതുകൊണ്ട് ഒരുപാട് ശേഖരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൗതുകമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിലൊന്നായിട്ടാണ് ആദ്യമേ കണ്ടത്. പിന്നീടാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായതും ഈ ഒരു കളക്ഷൻ്റെ ഒരു മൂല്യം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ വലിയൊരു ശേഖരമാണിതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്ര പൈതൃക സംരക്ഷണത്തിൻ്റെ മാറുന്ന മുഖമായി മാറുകയാണ് ശേവധി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടെടുത്ത ഏകദേശം 37,200 താളിയോലകൾ അത് പ്രിസർവ് ചെയ്യാനും പുതുതലമുറയ്ക്ക് ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഗവേഷണം നടത്താനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഈ ചരിത്ര ഗവേഷണ രംഗത്തും അതുപോലെ തന്നെ പൈതൃക പഠനത്തിനുമായിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ പല മേഖലയിലുള്ള ചിത്രകാരന്മാരാണെങ്കിൽ ചിത്രകാരന്മാർ വരുന്നുണ്ട്, ആർക്കിടെക്ട്സ് വരുന്നുണ്ട്, ഹിസ്റ്റോറിയൻസ് വരുന്നുണ്ട്, സംസ്കൃത പണ്ഡിതന്മാർ വരുന്നുണ്ട്, വിദ്യാർത്ഥികൾ, അങ്ങനെ ഈ സമൂഹത്തിലെ നാനാ മേഖലയിലുള്ള ആൾക്കാർ ഈ ശേവധി സന്ദർശിക്കുകയും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമൊക്കെ കിട്ടിക്കഴിഞ്ഞു. കൂടാതെ മറ്റേ അലയൻസ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങൾ ഇത് MOU ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ഇതാകാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഇത്രയും വർഷങ്ങൾക്ക് 500-600 വർഷം മുമ്പുള്ള സംഭവങ്ങളായി ഈ ഓലകളായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇത് നമുക്ക് കിട്ടുമെന്നാണ്. ഇത്രയും കളക്ഷൻ ഓഫ് ഓല ഇവിടെ ഇല്ല, എന്നുവെച്ചാൽ വേറെ പലയിടത്തും ഇല്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അന്താരാഷ്ട്ര ലെവലിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു.
ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളുണ്ട്. അത് രാമായണം, മഹാഭാരതം പോലെയുള്ള ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ. പിന്നെ ആയുർവേദവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ചികിത്സാ വിധികൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ മന്ത്രതന്ത്രങ്ങൾ, കാവ്യങ്ങൾ, നാടകങ്ങൾ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടതാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതല്ലാതെ പുറത്തു നിന്നുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ക്ഷേത്രത്തിലെ ഓലകളെ കൂടാതെ ഓരോ വീടുകളിലോ അല്ലെങ്കിൽ ഇല്ലങ്ങളിലോ അവർക്ക് സൂക്ഷിക്കാൻ പറ്റാതെ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കിവിടെ തന്നാൽ നമ്മളത് പ്രിസർവ് ചെയ്ത് ഇവിടെ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം, കൊണ്ടുപോകേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എന്തായാലും നമ്മുടെ ഇത് അതിനെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഇതൊന്നും ഇനി ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും, ഉള്ളതിനെ സംരക്ഷിക്കാനേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും മോഡൽ അതുപോലെ ചെയ്തതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പുറത്തുനിന്നുള്ള ഏതെങ്കിലും? പുറത്തുനിന്ന് നമുക്ക് ഒളശ, ചിരട്ടമൺ ഇല്ല, അവിടുന്ന് കുറച്ച് ആയുർവേദ ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ തലയോലപ്പറമ്പ്, വൈക്കം അങ്ങനെയുള്ള പാലക്കാട് നിന്ന് ഒരു ഇല്ലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇല്ലങ്ങളിൽ നിന്ന് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ സൂക്ഷിക്കാൻ തന്നിട്ടുണ്ട്. കുറേ ആൾക്കാരത് ക്ലീൻ ചെയ്താൽ പ്രിസർവേഷൻ, ഓയിലിംഗ് എന്നാണ് പറയുന്നത്, പുൽത്തൈലം വെച്ചിട്ടാണ് ഓയിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് കൊണ്ടുപോയതുമുണ്ട്. പിന്നെ കുറേ ആൾക്കാർ തരാൻ ഇപ്പം സമ്മതിച്ചിട്ടുമുണ്ട്. നമ്മുടെ കയ്യിലൊരു ഗ്രന്ഥം കിട്ടിയാൽ അതിനകത്ത് പൊടിയും അങ്ങനെയുള്ള പൂപ്പലും അങ്ങനെ പല ഇത് കാണും. നമ്മൾ ആദ്യം അത് പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കിയെടുക്കും. അതിന് വളരെ നേർത്ത ഫെദർ ടച്ച് ഒരു ബ്രഷ് എടുത്തിട്ട് അതിനകത്ത് പൊടികളെല്ലാം ഓരോ ഓലയെടുത്ത് ഇങ്ങനെ പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി, ഇങ്ങനെ വൃത്തിയാക്കിയ ഓരോ ഓലകളും ഇത് പുൽത്തൈലവും കൺമഷിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഓയിലിംഗ് എന്നാണ് പറയുന്നത്. മിക്സ് ചെയ്തതിനെ സെൻട്രിൽ നിന്ന് റൈറ്റിലേക്കും പിന്നെ ലെഫ്റ്റിലേക്കും, അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പം കൺമഷിയും കൂടെ തേക്കുന്നതിനകത്തിനാണെന്ന് ചോദിച്ചാൽ കൺമഷിയും കൂടെ ഇതിൽ വരുമ്പോൾ അക്ഷരങ്ങൾ തെളിഞ്ഞു വരും. അക്ഷരങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് വായിക്കാൻ എളുപ്പമാവും. കാരണം ഇത് നാരായം വെച്ച് എഴുതുമ്പോൾ ഇതിൽ കോറി എടുക്കുക ചെയ്യുന്നത്, ഒരു കുഴിവ് പോലെ വരും. അപ്പം കൺമഷി മിക്സ് ചെയ്യുമ്പോൾ ആ കുഴിവിലേക്ക് കൺമഷിയും കൂടി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അക്ഷരങ്ങളെ തെളിഞ്ഞ് വായിക്കാൻ പറ്റും, വായിച്ചെടുക്കാം. അങ്ങനെ ഓരോ ഓലയെടുത്ത് ഇങ്ങനെ ഓയിൽ ചെയ്തിട്ട് ഉണക്കി പേജ് നമ്പർ നോക്കി അടുക്കി കെട്ടി വയ്ക്കും. പിന്നെ അതിനകത്ത് ഏതാ ഗ്രന്ഥം എന്നുള്ളതിൻ്റെ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ അവസാനം ഇവിടെയുണ്ട്. ശ്രീ മഹാഭാരതം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളത് മഹാഭാരതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് കോളോഫോൺ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഓരോ ഗ്രന്ഥം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ 32 ഗ്രാമങ്ങളിലെ പ്രധാന ഗ്രാമമാണ് കുമാരനെല്ലൂർ. അത്ര റിച്ചാണ് ഈ ഒരു ക്ഷേത്രം. ഈ ഭൂമിയും എല്ലാത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ ദേശനാഥയാണ് കുമാരനെല്ലൂരമ്മ. ശരിക്കും അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നൊരു കൃത്യമായൊരു രേഖകളാണ് നമുക്ക് കിട്ടിയത്. കേരളം പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ഭരണ സംവിധാനങ്ങളും എങ്ങനെ നടന്നിരുന്നു, കാർഷിക സംസ്കാരവും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പാട്ടം പിരിച്ചതിൻ്റെ രേഖകൾ, ഭണ്ണാരപ്പാട്ടം, മറ്റ് കാണിപ്പാട്ടം, അങ്ങനെ പല പാട്ടങ്ങളുടെ ഒരു അല്ലെങ്കിൽ അന്നത്തെ സംവിധാനങ്ങളുടെ ഒരു മനസ്സിലാക്കലാണ് ശരിക്കും ഞങ്ങൾക്കുണ്ടായത്. ശേവധി ഈ താളിയോല ശേഖരം കണ്ടെത്തി എക്സ്പേർട്സ് വന്നു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റ് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാരും രജിസ്ട്രാർമാരും അങ്ങനെ സബ്ജക്റ്റ് എക്സ്പേർട്സും ഒക്കെ വന്ന് ഇത് കാണാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ തുടങ്ങി. ഞങ്ങളപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോഡി രൂപീകരിച്ചു. എന്നിട്ട് ഇത് അക്കാഡമിക് ആവശ്യത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വിഷൻ നമ്മുടെ ഉണ്ണിച്ചേട്ടനും രാജേന്ദു സാറും എല്ലാവരും കൂടെ നമ്മളോട് പറഞ്ഞു. അത് മുമ്പോട്ട് നീക്കി ഇപ്പോൾ ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയായിട്ട് MOU സൈൻ ചെയ്തു. അവരുടെ റിസർച്ച് സ്കോളേഴ്സിനെ നമുക്കിവിടെ കൊണ്ടുവന്ന് ഇത് ഓരോ റിസർച്ച് പേപ്പറുകളാക്കാൻ ഒക്കെയുള്ള പഠനങ്ങളാക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കൾച്ചറൽ മിനിസ്ട്രിയുടെ ജ്ഞാൻ ഭാരത് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിൽ കേരളത്തിൽ നിന്നുള്ള ഏക സെൻറ്ററായിട്ട് ശേവധിയെ തിരഞ്ഞെടുത്തു.
അതുമായിട്ട് ആ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയുണ്ടായി. ശരിക്കും കുമാരനെല്ലൂർ ഭഗവതിയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. ഞങ്ങളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഭഗവതിയാണ്. നമ്മുടെ ട്രസ്റ്റിൻ്റെ ബൈലോയിലും എഴുതിയിട്ടുണ്ട്, ഇത് ഭഗവതിയുടെ അസറ്റ്സാണ്. ഇതിൻ്റെ ഒരു നടത്തിപ്പുകാരാണ് നമ്മൾ. എത്ര ഭംഗിയായിട്ട് നടത്താൻ പറ്റുമോ അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ആൾക്കാർക്ക് അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നവർക്കും എക്കണോമിക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇതൊക്കെ പഠിക്കുന്നവർക്കും ഒക്കെ ഗുണപ്രദമാവാൻ വേണ്ടിയിട്ടും ഇതിനു മുമ്പും, അതായത് ഈ ജനാധിപത്യ സംവിധാനം വരുന്നതിന് മുമ്പും ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെന്നും വളരെ നന്നായിട്ട് നാടിൻ്റെ ഭരണം നടന്നിരുന്നു എന്നും കാണിച്ചു തരുന്ന കുറേ തെളിവുകളാണിത്. മുമ്പോട്ട് ഇത് ഒരു വലിയൊരു ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാരണം മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെ ഇൻഡോളജി പഠിക്കാനായിട്ട് അവിടെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകം വിങ്ങുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനമേ ഉള്ളതായിട്ട് നമുക്കറിയില്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പതിവ് പോലെ പൂജകളും ഒക്കെ ആയിട്ട് നടന്നു, കുറച്ച് പേര് വന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു സംവിധാനമാണ്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളും പഠന കാര്യങ്ങൾ വേണം, പഠനങ്ങൾ നടക്കണം, കലകൾ നടക്കണം. അങ്ങനെയുള്ള എല്ലാ കോമ്പിനേഷൻസും കൂടെ കൂടുന്നതാണ് ക്ഷേത്രം.